അപ്പൊ ആ പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ ജീവിതം. ചാറ്റ് GPT എടുത്ത് ചോദിക്കും. ക്രൂ മെമ്പേഴ്സിന്റെ തീരുമാനം അതാണ്. നിങ്ങൾ ഇത് വിജയകരമാക്കി തരണം. അതാണ് ഞങ്ങളുടെ ക്രൂ മെമ്പർ. നിങ്ങൾ തമ്മിൽ ലവ് ആണോ? യെസ് യെസ്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഡെയിലി വ്ലോഗ്. ആൾക്കാരുടെ എക്സ്പ്രഷൻ കണ്ടോ ഗൈസ്? അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമ്മൾ രാവിലെ എഴുന്നേറ്റു, എല്ലാവരും ആമ്പൂന് പണിയുണ്ട്, ആമ്പൂൻ ജോലിക്ക് പോകും. ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് ചാറ്റ് GPT എടുത്ത് ചോദിക്കും, ചാറ്റ് GPT ഇന്ന് നമ്മുടെ ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്ത് തരുമോ? അപ്പോൾ ചാറ്റ് GPT പറയും യെസ്, പ്ലാൻ ചെയ്ത് തരാമല്ലോ. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ ജീവിതം. അതെങ്ങനെയുണ്ട്? ഈ ഒരു ദിവസം മാത്രം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. ചാറ്റ് GPT നമ്മൾ ചോദിച്ചില്ല ഇതുവരെ, ചോദിക്കാൻ പോവാ. ചോദിക്കുന്ന കാണിച്ചു തരാം. ചാറ്റ് GPTയുടെ അടുത്ത് നമ്മൾ ചോദിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴേ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലാൻ ഫുള്ള് മനസ്സിലാവത്തില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കണ്ടാൽ മതി എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ക്രൂ മെമ്പേഴ്സിന്റെ തീരുമാനം അതാണ്. അങ്ങനല്ല, ഇവിടെ എല്ലാവരുടെ അഭിപ്രായത്തിന് മാനിച്ച് നിങ്ങൾ ഇത് വിജയകരമാക്കി തരണം. അതേപോലെയാണ് ഇവിടെ അതാണ് ഞങ്ങളുടെ ക്രൂ മെമ്പർ. ചെറുത് അതിന് പിന്നെ സംസാരിക്കാനൊന്നും ആവാത്തത് കൊണ്ട് സംസാരിക്കാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ക്രൂ മെമ്പർ അല്ല എന്ന് പറയാൻ അതിന് കഴിയില്ല. ക്രൂവിന്റെ തലപ്പത്തിരിക്കുന്ന ആളിനെ കാണിച്ചു തരാം. മാറ്റ് പില്ലോ മാറ്റ്. ഞാൻ നിങ്ങളുടെ ക്രൂവിലുള്ള ആളല്ല. എഴുന്നേക്ക്. സമ്മതിക്കൂല. മക്കളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. 10 മില്യൺ അടിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഷെയർ വേണോ വേണ്ടേ? 10 മില്യൺ അടിക്കുമ്പോ 10 മില്യൺ അല്ല 1 മില്യൺ അടിക്കുമ്പോ അത് വേറെ വളരെ നല്ലൊരു ചളിയാണ്. 10 മില്യൺ അല്ല 1 മില്യൺ അടിക്കുമ്പോ അതിന്റെ ഷെയർ വേണോ വേണ്ടേ? വേണ്ടേ? അയ്യോ വേണ്ടേ, ഒന്ന് വിചാരിക്കും. വേണമെന്ന് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് വേണോ? തീർച്ചയായും. ഓർമ്മയില്ലല്ലോ, പിന്നെ എങ്ങനെയാ? അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുമ്പോഴേ എന്നെ ഓർമ്മയില്ലെന്ന്. അപ്പൊ ഞങ്ങൾ പോയിട്ടൊന്ന് റെഡി ആയിട്ട് വരാം. അപ്പൊ പരിപാടി തുടങ്ങുന്നത് അങ്ങ് ഏതോ ഒരു കോഫി ഷോപ്പല്ല. ഓക്കെ, നേരത്തെ പറഞ്ഞത് കോഫി ഷോപ്പ് ഇല്ല, അത് മാറ്റിയിട്ട് നമ്മള് വേറെന്താ ഒന്നല്ലേ പറഞ്ഞത്? തീമേശ. ഇപ്പൊ പറയണേ നമ്മള് പിന്നെ കാണാം, കോഫി ഷോപ്പിൽ കാണാന്ന്. അപ്പൊ ഞങ്ങള് പോയിട്ട് റെഡി ആവാൻ പോവാണ് കേട്ടോ. ഞങ്ങള് ലൂട്ടൺ മാളിലാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത്. ആരാധകരെ ശാന്തരാണ്, എല്ലാരും അങ്ങോട്ട് വരാൻ. ക്രൂരം കാണാൻ ലൂട്ടൺ മോളും ജനസാഗരം. വീഡിയോ പറയുന്നു ആരാധകരെ ശാന്തരാക്കി. ക്രൂ തോയിക്കുന്ന ക്രൂനെ കൂടെ കാണില്ല. ഇതാണ് ക്രൂ. അതല്ല മെയിൻ ക്രൂ ബ്ലാക്ക് ഷർട്ട് ഇട്ടതാ. നിന്നെ പറ്റി പറയുന്നുണ്ട് ഇതില് കേട്ടോ. ആരാധകരെ ശാന്തരാക്കി. നമ്മൾ ലൂട്ടമ്പള്ളി വരുന്ന ആരും തിരക്ക് കൂട്ടല്ലോ. എന്നിട്ട് ആദ്യത്തെ ഡയലോഗ് ഇടില്ലേ, ദൂരെ ഏതോ ഒരു കോഫി ഷോപ്പിലായിരിക്കും വലിയ സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നത്. കറക്റ്റ് പറയൂല. സെലിബ്രിറ്റീസിന് മാത്രമേ കോഫി ഷോപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്തൊരു പരിപാടിയാ? നിങ്ങൾ ഇതിന് ചോദ്യം ചെയ്യണം. സമരം ചെയ്യുന്നവരാ. സമയാസമയം എനിക്ക് കിങ്ക് തന്നാ മതി. എനിക്ക് തന്നില്ലെങ്കിൽ എന്റെ വിധം മാറുന്നു.
അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. രാവിലെ മുതലുള്ള പ്ലാനാണ് ChatGPT തന്നതെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇറങ്ങി ഉച്ചയായിപ്പോയി. നമുക്ക് രാവിലെ ഉച്ചയല്ലേ. അതെ, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 10-10:30 ആവും. ഇന്നലെ ലേറ്റായിട്ട് കിടന്നുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ കോഫിയുടെ ആദ്യം ChatGPT പറഞ്ഞേക്കുന്നത് നമ്മൾ പോയിട്ടില്ലാത്ത എവിടെയെങ്കിലും പോയിട്ട് കോഫി കുടിക്കാമെന്നാണ്. എന്നിട്ട് അതാണ് ആദ്യത്തെ പരിപാടി പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ കുടിക്കാത്ത കോഫിയും എന്തെങ്കിലും പേസ്ട്രീസും അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി ChatGPTനെ ചീറ്റ് ചെയ്യാൻ പോവുക. അവിടെ ഞങ്ങൾ വിചാരിച്ചു പോയിട്ട് ഉച്ചഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ ഒരു തീൻമേശ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഊണ് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടു. ഞങ്ങൾക്ക് അറിയത്തില്ല, റെനിയാണ് എന്നോട് പറഞ്ഞത് അവിടുത്തെ ഊണ് നല്ലതാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ നിന്ന് ഊണ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. കാരണം നല്ല വിശപ്പുണ്ട്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. സഹസ്ര ബേബി റെഡിയാണോ? റെഡിയാണോ? ആണെന്ന് പറ. പേടിച്ചിരിച്ചോനോ? ഉറക്കം വന്നിരിക്കും. ശരി, എന്നാൽ നമ്മൾ അവിടെ പോയിട്ട് കാണാം. ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റ് എത്തി കഴിഞ്ഞു. ഞങ്ങൾ കൊച്ചിറങ്ങിപ്പോയി. കൊച്ചുറങ്ങുന്നേ നമുക്ക് അതിശയം നല്ലത്. എന്നാലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ. മറ്റേ മ്യൂസിക് ഇടാൻ പറ്റുമോ? We are closed, guys. പോയി. ഇതെന്താ ഇവർ അടച്ചത്? നാശം പിടിക്കാൻ. ഇതൊന്നും ഞങ്ങൾ അറിയണം. എന്നാൽ ഗൂഗിളിലൊന്ന് ടൈം നോക്കിയിട്ട് വരിക, അല്ലെങ്കിൽ അത് ഓപ്പൺ ആണോ അല്ലയോ ഒന്ന് നോക്കുക. ഇതൊന്നും ചെയ്യാണ്ട് കെട്ടിയെടുക്കുമെന്നൊക്കെ അല്ല പറയാനുണ്ടോ? ഞാനിപ്പോ ചോറ് തിന്നൊന്നും വന്നതാ. ഭാഗ്യം അത് നേരത്തെ ഉറങ്ങിയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വേറെ ഏത് കടയിൽ പോണം? നിന്റെ ലൂട്ടനല്ലോ, നീ പറ. എന്റെ ലൂട്ടനോ? ഈ തീന്മേശ അടച്ചു കിടക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് വരാം അല്ലേ? അതെ, ദോശ തിന്നാൻ പോകും തിങ്കളാഴ്ച ദിവസങ്ങളിൽ. അതെ, ഈ ഷോപ്പ് മൺഡേസിൽ എത്ര മണിക്കാ? 5 മണിക്ക് തുറക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൺഡേസിൽ 5 മണിക്ക് ഈ ഷോപ്പ് തുറക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ലൂട്ടിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് മാത്രമേ എനിക്ക് അറിയാത്തത്. അല്ലാത്തൊരു വീഡിയോ കാണും. അതെ, അപ്പം ശരി, എന്നാൽ ഞങ്ങൾ പോട്ടെ. വേറെ എവിടെന്നെങ്കിലും പോയി കഴിക്കാം. മെഗ്ഡി പോയാലോ? അതായിരിക്കും നല്ലത്. ഞങ്ങൾ മെഗ്ഡി പോവാണ് കഴിച്ചു. പെട്ടെന്ന് സഡൻ ഡിസിഷൻ ആയിരുന്നു. അപ്പം നമ്മൾ മെഗ്ഡി പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നേ വരെ പോകാത്ത കട, ഇന്നേ വരെ തിന്നാത്ത ഫുഡ്. ഇതിലൊരു ഹാസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ വെറും തോന്നൽ മാത്രം. നിന്റെ കൊച്ചെ, നീ എങ്ങോട്ട് വേണേലും തിരിച്ചു വെച്ചോ. ഞാൻ നോക്കോളാം. ഞാൻ കുതിരപ്പുറത്തോടെ കേട്ടു. ഇവിടെ വന്നിരുന്ന അയാളെ എഴുന്നേപ്പിച്ച് വിട്ടു. അയാളോട് പോയി ചോദിക്കുന്നു ഇത് ഒന്ന് തിന്നുന്നു, അത് എടുത്തോണ്ട് പോകുന്നുണ്ടോ? സോറി, ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് കയറിയിരുന്നു. കാരണം ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോയ സമയത്ത് ആ പുള്ളിക്കാരെ ഇവിടെ കയറിയിരുന്നു. ഇങ്ങോട്ട് നോക്ക്. സോറി, ഫ്ലാറ്റ് മാറിപ്പോയി. അയാളോട് നിങ്ങളിവിടെ ഇരിക്കണോ? ഇരുന്നോ, ഞാൻ പോവാം. ചാരി നിപ്പുണ്ടാക്കിയത് നല്ലൊരു മനുഷ്യൻ, ഇഷ്ടപ്പെട്ടു. പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയണ വൃത്തികെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കൂടെ നമുക്ക് തന്നെ വയ്യ. അതെ, 127 കണ്ടില്ലുണ്ടല്ലോ, ആ പുള്ളിക്കാരി ഇങ്ങനെ പിടിക്കണോ? ഇങ്ങനെ ഞാൻ 127 127 അതിലും ഒരു 27. ഗൈസ്, ഞാനും 27ആണ്. എന്റെ കൊച്ചു 27. അതെ, ഇവള് ജൂലൈ 27, കൊച്ചു നവംബർ 27. ഞങ്ങൾ പറഞ്ഞു പോറതില്ല. ക്രീം ഇട്ട് നമുക്ക് കുഴക്കാം. കൊള്ളത്തില്ലെങ്കിൽ എനിക്ക് വേറെ ഡ്രിങ്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തള്ളിക്കിട്ടി ഞാൻ അയ്യോ, പച്ച ഡ്രിങ്ക്. പച്ച ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യും. മാച്ചയാണ് ഓർഡർ ചെയ്ത്. എനിക്ക് ആക്ച്വലി മാച്ച് അത്ര ഇഷ്ടമല്ല. ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. നല്ലതല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ അടി കിടക്കും. നല്ലല്ല, ഞാൻ കുടിക്കും. എന്നിട്ട് വല്ല കൊക്കക്കോള മേടിച്ചു. ഞാൻ ആദ്യം അത് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ലപോലെ ഇളക്കി കുടിക്കണം. നല്ലപോലെ ഇളക്കി തന്നെ കുടിക്കാം. പേടിയാവണം. എന്തോ നീ വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു പച്ച ഡ്രിങ്ക് തന്നില്ല, അപ്പൊ ഞാനും നിനക്കൊരു പച്ച ഡ്രിങ്ക് തന്നത്. ഇത് ആക്ച്വലി ഗുഡ്. അത് ആ ക്രീമും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും.
ഇത് വൈബാ. അത് നല്ലല്ലേ? കണ്ട കൊള്ളാം. ലൈക്ക് ഇറ്റ്. ഇവിടുത്തെ ഫ്രൈസ് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് പക്ഷേ KFC-യിലെ ഇഷ്ടം. എനിക്കിതാ കുറച്ച് തൊലിയൊക്കെ ഉള്ള. അവിടെ ഇപ്പൊ അതുപോലത്തെ ഫ്രൈസാണ്. കൊള്ളാം. ഇനി അടുത്ത ChatGPT എന്തായിരുന്നു പറഞ്ഞത്? ഐസ്ക്രീം കഴിക്കണം. പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് കഴിച്ചതല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് മറ്റേ ചാരിറ്റി ഷോപ്പിൽ നിന്ന് രണ്ടാമത്തെ ചാരിറ്റി ഷോപ്പ് തന്നെ പറഞ്ഞേക്കണം. അതാണ് പറഞ്ഞത്. ചാരിറ്റി ഷോപ്പിൽ നിന്ന് നമ്മൾ ഒരു ക്രേസി ഔട്ട്ഫിറ്റ് വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. 5 പൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. 5 പൗണ്ടിന് ലിമിറ്റ്. 5 പൗണ്ടിന് താഴെയുള്ളത് മേടിക്കുന്നത്. ഓക്കെ ശരി, അത് മേടിക്കാൻ പോകും. നമ്മൾ ചാരിറ്റി ഷോപ്പിലേക്ക് പോവുകയാണ് ഗായ്സ്. ഗായ്സ് ഇവിടെ നല്ല വെയിൽ കാറ്റൊക്കെയാണ്. അയ്യോ വെയിലച്ചനെ, അയ്യോ കൊച്ചിൻ്റെ അമ്മേനെ കാണുന്നില്ല. ഇത് കുഞ്ഞു അമ്മയും ടിന്നിങ്ങാ. ഭയങ്കര കാറ്റ്. കൊച്ചും അമ്മയും ടിന്നിങ്ങാണ്. പിന്നെ ഞാനും കൊച്ചും വരവരെയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് മൊത്തം ഒരു ലൈനുള്ള മൊത്തം വരയാണല്ലോ. മൊത്തം ഒരു വള്ളിയാവാത്തത് ഭാഗ്യം. വള്ളിയാവും മിക്കവാറും. ഇവിടെ കുറെ ചാരിറ്റി ഷോപ്പ് ഉണ്ട് ഗൈസ്. അതെ, കുറെ ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ ഒരിടത്തിൽ കയറി നോക്കാം, നമുക്ക് പറ്റിയ എന്തെങ്കിലും കിട്ടുമോ. അത് പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ഇപ്പൊ റിവീൽ ചെയ്യരുത്. അതെ അതെ, ലാസ്റ്റ് സ്റ്റെപ്പ് കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ നീ ആദ്യം കയറി എടുക്കും, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കയറി എടുക്കും. അങ്ങനെയല്ല, നമ്മൾ നോക്കുന്നത് കാണിക്കാമല്ലോ. എന്നിട്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് കാണിക്കാതെ എടുക്കാം. എന്നിട്ട് അത് ഇട്ട് കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇട്ടും കൂടെ കാണിക്കാന്ന്. പക്ഷെ എനിക്കൊന്നും അവിടെ ഇട്ട് കാണിക്കുന്ന ഇതില്ലെന്ന് തോന്നുന്നു. അങ്ങനല്ല, വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇട്ട് കാണിക്കണം. എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റൂലെന്ന് ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ. എനിക്ക് ഞാനൊന്ന് പ്രസവിച്ച് എൻ്റെ മോംസ് ബ്രെയിൻ ആണെങ്കിലും പറയാം. അവളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് എനിക്ക് പകർന്നു എന്നാണ് അവള് പറയുന്നത്. എനിക്ക് മാറാൻ. ഇപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞിനെ അടി എപ്പോഴടി ലാസ്റ്റ് പാല് കൊടുത്ത് ഓർമ്മയില്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. കണ്ടൊന്നുമില്ല പാല്. ഞാൻ എഴുതേക്കുന്നതിന് മുന്നേ ആയിരിക്കും നീ പാല് കൊടുത്തതെന്ന്. ലാസ്റ്റ് പാല് കലക്കി തന്നവളാണ് ഇവൾ. മനസ്സിലായോ? 120 ml എന്നിങ്ങനെ മന്ത്രം പോലെ പറഞ്ഞുകൊണ്ട് പാല് കലക്കിയവളാണ് അവള്. അതിനൊരു മറന്നുപോയി ഇന്ന്. ആദ്യം ഞങ്ങളൊരു ഷോപ്പിൽ കയറി. അവിടെ നമ്മൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന മീൻസ് ക്രേസി ഔട്ട്ഫിറ്റ് എന്നല്ലേ പറഞ്ഞു. അങ്ങനത്തെ ഒരു സാധനം അവിടെ ഇല്ല. ഔട്ട്ഫിറ്റ് വരെ നമുക്ക് ക്രേസി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പം ഔട്ട്ഫിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ക്രേസി ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു സാധനം മേടിക്കാം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഇവിടെ വേറൊരെണ്ണം ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാം. സംസാരിക്കാൻ പറ്റത്തില്ല, പാട്ട്. അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, പാട്ടിട്ടേക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പക്ഷേ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണോ? കാരണം അവൾ നിനക്ക് അവൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം അവൾ എനിക്ക് വാങ്ങിച്ചാൽ അവള് ഓക്കെയാണ്. പക്ഷെ ഞാൻ അവൾക്ക് മേടിച്ചാല് ഞാൻ അത്ര ഓക്കെ അല്ല. പക്ഷെ കാരണം അതൊരു നോർമൽ സാധനമാണ്. പക്ഷെ അതിന്റെ കളറാണ് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളത്. ചലഞ്ചിങ് അല്ല, അത് കളറാണ് നമ്മളങ്ങനെ യൂസ് ചെയ്യാത്തൊരു കളറ്. അതുകൊണ്ട് നോക്കാം, നമ്മളതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം. നമ്മൾ ആക്സസറീസ് ഒക്കെ വെച്ച് അതിൽ ആഡ് ഓൺ ചെയ്തിട്ട് നമുക്കതിനൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അടുത്തത് ChatGPT പ്രകാരം നമ്മൾ ഡെസേർട്ട് കഴിക്കാൻ പോകണം എന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അവിടെ ലാസ്റ്റ് ഞങ്ങൾ ആ സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവാം. അവിടെ പോയിട്ട് ഡെസേർട്ട് കഴിക്കാം. കമോൺ.
കോക്കനട്ടും മാംഗോയുമാണ്, അത് പിസ്താച്ചും ചെറിയും. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ChatGPT. അപ്പം കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ പപ്സാണ്, മുട്ട പപ്സ്. അപ്പോൾ പപ്സിൻ്റെ പേസ്ട്രി മേടിക്കണം, അതിൻ്റെ ബേസ് വാങ്ങിക്കണം. പേസ്ട്രി എന്നല്ലേ ഇതിന് പറയാ, പഫ് പേസ്ട്രി. പഫ് പേസ്ട്രി വാങ്ങിക്കണം. അത് വാങ്ങിയിട്ട് അത് വാങ്ങിയിട്ട് എടുത്ത് വെക്കണം. ക്യാമറ ഓഫായിരുന്നു, അല്ലെങ്കിൽ ഒരു അടിപൊളി സീൻ ഇപ്പൊ കാണായിരുന്നു. പേടിയാ, അത് താഴെ ലോക്കിട്ട് വെക്ക്. അത് മാത്രല്ല, കഴുപ്പിന്റെ കൂടുതലായിട്ട് കോണൊടിഞ്ഞു പോയി. എന്നിട്ട് കോൺ നോക്ക്, ഒടിച്ചു വെച്ച അത് ഫുള്ള് പൊട്ടി. ഞാൻ ഓടുന്നു. എനിക്ക് ചിരിക്കാൻ വയ്യ. കൈ കഴിക്കുന്ന നോക്കിയോളെ. ആ കൊച്ചു വായിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു ഉമ്മ എടുത്തോളെ. ഈ പാല് കുടിക്കുമ്പോ എനിക്ക് തരാറുണ്ടോ? ഇല്ലന്ന് അല്ലടാ. പരാതിയൊന്നുമില്ല, വിശപ്പില്ല, അതുകൊണ്ടാണ് കയറി പിടിക്കാത്തില്ലെങ്കിൽ ഇപ്പൊ കയറി പിടിച്ചാൽ കുറച്ചും വില കുടിച്ചേ. എന്താ പുറത്തെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ AC ഇല്ല, ഭയങ്കര ചൂട്. അതാണ് പുറത്തു വന്നത്. ഒരു മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇരിക്കാനുള്ള സെറ്റപ്പില്ല, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ വെയിലത്താണ്. ChatGPT നമ്മൾ ഇത് മാത്രമല്ലേ കണ്ടുള്ളൂ, അകത്തോട്ടുള്ള നമ്മൾ കണ്ടില്ല. ഞാനോട്ട് ഇത്ര സ്ഥലത്തെ വെള്ളം. ഞാനോ ChatGPT പറയാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി കയറിയതാ, കൊച്ചിനൊരു ഹെയർ ബാൻഡ് വാങ്ങണം. അതെ, ആ കൊച്ചിന് ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, ഇത് എല്ലാ ഡ്രസ്സിനും കൂടി ആ തലയിരിക്കുന്നത് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകുന്ന പോലത്തെ ഇത് വാങ്ങണം, ഹെയർ ബാൻഡ് വാങ്ങിക്കണം. അതിന് മഴനകത്തുനിന്ന് കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഹാപ്പി. ഇതേ ഇവിടെ നിന്ന് വിസിൽ വിഴുങ്ങിയതുപോലെ ഇരുന്നൊരു കാണുന്നുണ്ട്. നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തു. മറ്റേത് എന്ത് ചെയ്തിട്ട് പാലൊക്കെ കൊടുത്തു നോക്കി, എന്നിട്ട് രക്ഷയില്ലാത്തത് ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. എനിക്കൊന്നും അതിനകത്ത് ചൂട് ഭയങ്കര കൂടുതലായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഇച്ചിരി കാറ്റൊക്കെ അടിച്ച് ആളെ നോക്കിയായി. കളിമൂടില്ല. നമ്മളതിനെ തട്ടിക്കൊണ്ട് പോകാന്ന് വിചാരിച്ചു. വീഡിയോക്കകത്ത് കാണുമ്പോ ഒരു വലിയൊരു, അതാണ് ഞാൻ പറഞ്ഞത്. ഇത്ര സൈസൊന്നും ഇല്ല ഗൈസ്. ഞാൻ മറ്റേ 6 to 9 മന്തിന്റെ ഡ്രസ്സൊക്കെ മേടിച്ചോണ്ട് വന്നു. ഇപ്പോഴും 0 to 3 മന്തിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അതിന് അടുത്ത വർഷം ഇടാം, 2 വയസ്സല്ലോ ആവുമ്പോ കേട്ടാ. അയ്യോ ഇത് കണ്ടോ, രണ്ടാമത്തെ കുപ്പിയോ? അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. 32 ഡിഗ്രിയാണ് കാണിക്കണേ. ഈ വണ്ടി ഇങ്ങനെ പെട്ടെന്ന്, ആ വണ്ടി ഇടയ്ക്കിടയ്ക്ക് പുറകിലാവും. അതെ, കുറച്ചുകൂടെ നടന്നു നോക്കട്ടെ. പാർക്കിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ക്ലൈമറ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, അത്രയ്ക്ക് ചൂടുണ്ട്. അവിടെ സ്ഥലം ഉണ്ടോയെന്ന് ആദ്യം നോക്കട്ടെ. ഇങ്ങനെ ഭയങ്കര ചൂടുള്ള ദിവസങ്ങളിലൊക്കെ പാർക്കൊക്കെ ഫുള്ളായിരിക്കും. അതുകൊണ്ട് അത് നോക്കണം, നോക്കിയിട്ട് തീരുമാനിക്കാം. വീട്ടിൽ പോയിരുന്നാലും ഉപ്പിട്ട് നാരങ്ങാളം. അതെ, സത്യം പറഞ്ഞാൽ കിടന്നാൽ മതി എന്നായിപ്പോയി. ചൂട് നമുക്ക് അധികം ചൂട് നമ്മളിപ്പം ഇതാക്കാത്തത് കൊണ്ട് ചൂടിപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് വന്നേക്കുവാ. അയ്യോ, നാട്ടിൽ പോയിട്ട് നാരങ്ങ വെള്ളം കുടിക്കാം എന്നാണ് പ്ലാൻ. നാട്ടിലോ? വീട്ടിൽ ചൂടാന്ന് പറഞ്ഞില്ല, ഇപ്പം തലയ്ക്ക് നെല്ലിക്ക തളം വയ്ക്കേണ്ട സമയമായി.
നെല്ലിക്കുന്നുള്ളതല്ല. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നെല്ലിക്കയ്ക്ക്? വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ നാട്ടിൽ നെല്ലിക്കയ്ക്ക് എന്താ പറയുന്നത്? ഞങ്ങളുടെ നാട്ടില് നെല്ലിക്കേനെ പറയുന്ന കാട്ടുനെല്ലിക്ക. നിങ്ങളുടെ നാട്ടിലെ ലൗലോലിക്കയാണ് ഞങ്ങളുടെ നാട്ടിലെ നെല്ലിക്ക. ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ? ഇതിലൊരു ബൈക്ക് പോയതാ. ശരി എന്നാ ഞങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ വന്നിട്ട് സഹസ്രക്കുട്ടി കിടന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഇതേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നേക്കുക. ഇനി നമ്മുടെ ഇതിൽ കുക്കിങ്ങും കൂടെ അല്ലേ ഉള്ളൂ. പിന്നെ ഡ്രസ്സുണ്ട്. ആ ശരിയാ. അപ്പോൾ ChatGPTയുടെ അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് മുട്ട പപ്സ് കഴിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പം മുട്ട പപ്സ് ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കണേ. പിന്നെ ലാസ്റ്റ് പരിപാടി, പിന്നെ കുറേ എന്താ പറയുക, മെമ്മറീസിന് വേണ്ടിയിട്ട് കുറേ ക്യാൻഡിഡ് ഫോട്ടോസ് എടുക്കുക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കണേ. അതൊക്കെ എടുക്കാം എന്തായാലും. പിന്നെ നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഇടുക എന്നുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പാർക്കിൽ പോകാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പാർക്കിൽ ഇന്ന് നല്ല തിരക്ക്. അപ്പോൾ ഈ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ തണൽ നോക്കിയിട്ടൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ പോകണ്ട. പിന്നെ നമ്മൾ ക്ഷീണിച്ചു വന്ന് ഇവൾക്ക് ഉറക്കണം എന്നുള്ളൊരു ഇതായതുകൊണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാം. അങ്ങനെ. അപ്പം എന്നാൽ ശരി, ഞങ്ങൾ മുട്ട പപ്സ് ഉണ്ടാക്കട്ടെ. പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് ബാക്കി എന്തായിരുന്നു? ഞാനിവിടെ ഉണ്ടെന്നാ. അയ്യോ അമ്മച്ചേ, അയ്യോ അമ്മച്ചേ, അമ്മച്ചേ. എങ്ങനെയുണ്ട് അവളുടെ ഔട്ട്ഫിറ്റ്? സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ടോപ്പാണ് അല്ലേ? കളറ് പക്ഷെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തൊരു കളർ. ഇനി നിങ്ങൾ എൻ്റെ ഔട്ട്ഫിറ്റ് കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. ആരെ എക്സൈറ്റഡ്? ഞാനിപ്പോൾ കാണിച്ചു തരാന്നൊക്കെ. ഇത് കുറച്ച് മിക്കി മൗസ് ആണ്. ഇത് മാത്രമേ അവിടെ ഒരു ക്രേസി ഔട്ട്ഫിറ്റായിട്ട് നമ്മൾ കണ്ടുള്ളൂ. അതെ, അതിൽ പറഞ്ഞിച്ചു. കൊച്ചു ഉറങ്ങുന്നത് ഭാഗ്യം. പിന്നെ കൊച്ചു പറയാൻ അറിയാൻ ചിരിച്ചു. പേടിച്ചു പോയി. തമ്മിൽ